അടങ്ങി നിക്കണില്ല, നീച്ച് നടക്കണ്. അടങ്ങി നിക്കുമ്പോ ഒന്ന് അവിടെ കടന്നുറങ്ങി. എല്ലാരോടും പറഞ്ഞാണ്, എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറയും. ഒന്നുമില്ല കേട്ടോ, ഒന്നും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വല്യമ്മ ഹോസ്പിറ്റലിലാണ്. വല്യമ്മക്ക് ഇന്ന് തീരെ സുഖമല്ല. കാരണം ഇന്നലെ രാത്രി തൊട്ട് ഇതുവരെ ഒന്നും തിന്നിട്ടില്ല എന്നാണ് നമ്മൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഉമ്മാനെ അങ്ങോട്ട് മാറ്റി ഇറങ്ങിക്കണ്. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കട്ടെ. ഇപ്പൊ എന്താ വല്യമ്മന്റെ അവസ്ഥ എന്താ പറഞ്ഞത്? ഓക്കാഞ്ചി എന്നാ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കഞ്ഞിയൊക്കെ കൊടുക്കാന്. പള്ളയിലൊന്നും ഇല്ലല്ലോ, ഓക്കാഞ്ചിട്ടൊന്നും വരുന്നില്ല. ഇന്നലെ രാത്രി ഒന്നും തിന്നിട്ടില്ല. ഇങ്ങനെ തൊള്ള അങ്ങനെ പിടിച്ചിക്കാണേ, കടിച്ചു പിടിച്ചിക്കാണ് തൊള്ള. എങ്ങനെ നമ്മളെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിക്കാണ്. തൊള്ള തുറക്കണില്ല എന്നാ പറഞ്ഞത്. നമ്മൾ എന്തായാലും ഒന്ന് വേഗം പോയി നോക്കട്ടെ. അമ്മ കഞ്ഞി കുടിച്ചണ്ടേ? ഒന്നും തിന്നിട്ടില്ല. ഡോക്ടറിനോട് പറഞ്ഞിട്ട് എന്തും തിന്നാത്തെ? പാത്രം കുടിച്ചു. നമുക്കേ മരുന്ന് വാങ്ങി പോട്ടെ കുടിക്ക്. കുടിച്ച് രണ്ട് കയ്യിലും കൂടി ഇല്ല സാധിച്ചൂല. നമ്മളെല്ലാരും ഇവിടെ ആശുപത്രിയിൽ നിക്കല്ലേ. പൊണ്ടമ്മ അക്കിയാണ് കൂടി കടിച്ച് ചമക്കാനൊന്നുമില്ല അമ്മ. മുങ്ങിയാണ് കൂടാ. ഡോക്ടർ വരുമ്പോ ഉമ്മാന്റെ കാട്ടിക്കൂടണ്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇത്ര നേരമായിട്ട് ഒന്നും തിന്നിട്ടില്ല. ഉമ്മ വന്നിട്ടാണ് കഞ്ഞിൻ്റെ ആളെങ്കിലും കുടിച്ചത്. അതായത് പല്ല് കടിച്ച് പിടിച്ചിക്കാണിയല്ലോ, എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തുപ്പി കളയാണിയല്ലോ. അപ്പോൾ ഉമ്മ വന്നിട്ട് കഞ്ഞി ഇപ്പം തന്നെ കുറച്ചാകെ 2 മുറുക്ക് കഞ്ഞി കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ സോഡിയം കുറഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാന്നുള്ളതിനെ മറക്കും. ഇപ്പോൾ ഇമ്മമാനി ഇന്നിയും ആരെയും എല്ലാം മറക്കും. നമ്മൾ ആരാന്ന് പോലും അറിയില്ല. അങ്ങനത്തെ പെരുമാറ്റീക്കാരം. എന്താ ചെയ്യണത്, എന്താ പറയണത് ഒരു ബോധം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇപ്പം അമ്മമ്മ. ഇമ്മമാനെ ചെറുതായിട്ട് റൂം മാറ്റണം. എന്തിനാ റൂം മാറ്റണം? അതുണ്ടല്ലേ ഉഗാക്കാന്. ഉമ്മാക്കും അമ്മായിമാർക്കും ഞങ്ങൾ ആരും പെരുന്നൊന്നും തിന്നാതെ പോന്നിട്ട് ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അമ്മായി ഒന്നും ഇന്നലെ തൊട്ട് ഇവിടെ എത്തിയാൽ തുടങ്ങിയതാണ്. ഇതൊന്നും കഴിച്ചിട്ടുമില്ല. എന്തെങ്കിലും ചായ എന്തെങ്കിലും വാങ്ങാൻ നോക്കട്ടെ. പേര് പറഞ്ഞേ? സദീജ. എത്ര വയസ്സായി? 68. വീട് എവിടെ? നാവൊന്ന് കാണിക്കും. നാവ് കാണിക്കും. ശരി. രാവിലെ എന്താ കഴിച്ചു? രാവിലെ കഞ്ഞി കുടിച്ചു. ബ്രെഡോ ഇപ്പൊ അമ്മമാനെ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തു. എന്തായിരുന്നു അമ്മ കുറവുണ്ടെന്നോ? സോഡിയം ഉച്ചക്കൊന്ന് നോക്കട്ടെ, ടെസ്റ്റ് ചെയ്യാം. എങ്ങനെ? മൂത്രത്തിന്റെ ഒപ്പേ സോഡിയം നല്ലോണം മൂത്രത്തിൽ കൂടെ നല്ലോണം പോണുണ്ട്. മൂത്രപ്പോള് പോവല്ലേ, അപ്പൊ സോഡിയം ലെവലായിട്ടില്ല. ഇന്ന് ഇനി ഉച്ചക്ക് ഒന്നും കൂടി നോക്കട്ടെ. സോഡിയം കയറ്റുന്നോണ്ടാണ് ഇങ്ങനെ ഉറങ്ങിക്കണേ. ആണോ? ഇപ്പൊ ഡോക്ടറോട് വർത്താനൊക്കെ പറഞ്ഞില്ലേ. മോശം വിളിച്ചണേ എന്തെങ്കിലും ചോദിച്ചാണ്. നിങ്ങളെ എത്ര കൊറേ ആൾക്കാരാക്കണേ. എല്ലാരോടും പറഞ്ഞാണ്, എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറയും. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ലാന്ന് പറഞ്ഞു. സോഡിയത്തിന്റെ അതാണ്. അപ്പൊ മിണ്ടണ്ട മമ്മി. നേരത്തെ തിന്നി കടന്നുറങ്ങാ കേട്ടോ. ഇത്രേ ഉള്ളൂ. ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ട.
മൂത്രമൊഴിക്കണം പറഞ്ഞിട്ടേ അപ്പൊ ഈ ബക്കറ്റ് വെച്ചിരിക്കണ കസാലയിൽ ഇറങ്ങാൻ അങ്ങനെ ഇരിക്കാണേ മൂത്രമൊഴിക്കാൻ പോവുകയാണേ. അപ്പൊ ഈ ഇതും കൊണ്ട് പോകൂലല്ലോ. അപ്പൊ അതില് ബക്കറ്റ് ഉണ്ട്, അങ്ങനെ ഇരുന്നോളി, അതില് മൂത്രം വെച്ചോളി അന്ന് വെച്ചിട്ട് ഇരിക്കണേ. അതാണ് ഇരിക്കണേ. എന്നാ തന്നെ എത്ര നീച്ച് പോകണ്ടേ കജ്ജ് ഇത് ഒറ്റടിക്കാൻ കേറുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിങ്ങനെ ഓരോ ഇതാക്കും ചെയ്യും. 5-6 മണിക്കൂർ വെക്കണല്ലേ ഒന്ന് കേറി കൈ കഴിഞ്ഞാൽ. പിന്നെ ഇതിപ്പോ നാളത്തെ 9:30 അത് കഴിഞ്ഞ് പിന്നെയും കയറ്റിയോ? ഇല്ല, അതന്നെയാണത്. ആ നമ്മൾ വന്നപ്പോ കയറ്റിയല്ലേ. അനുവിനൊന്നും ഒരു കുഴപ്പമില്ല, അനുവിനൊക്കെ സുഖമാണ്, അവന്റെ അസുഖമൊക്കെ മാറി വരുന്നുണ്ട്. അനുവിനൊന്ന് വീഡിയോ കോൾ വിളിച്ച് കാട്ടി കൊടുക്കാം. ഉമ്മാന്റെ ജീവൻ കിടക്കുന്നതിന് നിങ്ങളെ എല്ലാളെ മേത്താണ് ഇതൊക്കെയാനു അന്ന ചോദിച്ചതാനോ എന്താ വർത്താനം ചോദിച്ചോക്ക്. ഇതിനെല്ലാം തിന്നണം. അനുവോ ഇപ്പൊ ചോദിച്ചാണ് എന്റെ വർത്താനം എന്താണെന്ന്. ആ കഞ്ഞി കുടിച്ചു, ചെറിയൊരു ആപ്പിളിന്റെ തുള്ളി തിന്നു, ആ പേരക്ക ജ്യൂസ് കുടിച്ചു. പറയോണോട് ആ വർത്താനം പറയും എന്തൊക്കെ വർത്താനം ചോദിച്ചോക്കാം. നിനക്ക് എന്നെ വർത്താനോ? സുഖാണോ ചോദിച്ചോക്കാന്? സുഖാണോ? നമ്മൾ ഇന്നലെയല്ലേ വന്നത് മമ്മ. ഓ പരീലല്ലേ, നമ്മളല്ലേ ആശുപത്രിയില്. നമുക്ക് പോണ്ടേ? ഇല്ല, ഞാൻ സോഡിയം കൂടിയിട്ടില്ലേ. ഇന്നാടാ പല്ലൊന്ന് കാണണേ. ഇന്നൊന്ന് ചിരിച്ചെന്നു. അതാ ചോറൊക്കെ വാരി കൊടുത്ത് അല്ലേ, ഉള്ളിട്ടോ 2 വറ്റ് തിന്നിട്ടൊന്നുമില്ല. എന്നാലും 2-3 വറ്റ് മമ്മ തിന്നിക്കണ്. ഇപ്പൊ അടുത്ത ഇത് കയറ്റിക്കാണല്ലേ, 4ാമത്തെ കുപ്പി കയറ്റിക്കാണ്. മമ്മ ഇനി ഉറങ്ങണില്ല, വെറുതെ ഇങ്ങനെ കിടക്കണ പോലും ഇല്ല. കണ്ടോ, ഇതൊരു 5-6 മണിക്കൂർ എടുക്കുന്നൊന്ന് കയറി കഴിയാൻ. ഈ മമ്മ വലിക്കല്ലേ, കണ്ടോ, ഇതാണ് ഉമ്മമാൻ്റെ പരിപാടി. അത് വലിച്ചെടുക്കുക, കടക്കുക, നീച്ചുക. മമ്മ ഉറങ്ങി, ഒന്ന് ഉറങ്ങിക്കളി, അപ്പത്തിന് ഇത് കയറി കഴിഞ്ഞോളൂ. ഒന്ന് ഉറങ്ങി നീച്ചുമ്പത്തിന് കയറി കഴിഞ്ഞോളൂ. കജ്ജി തട്ടല്ലേ ഉറങ്ങിക്കോളി, ഒന്ന് ഉറങ്ങിക്കാണി നിങ്ങള്, ഉറങ്ങിക്കാണിമ്മ. അത് ഇളക്കി കഴിഞ്ഞാൽ ചോര മേപ്പെട്ട് കയറില്ലേ, കണ്ടോ, അത് വലിച്ചല്ലേ, അടങ്ങിക്ക്. കണ്ടില്ലേ, ഇത് പൂരി വലിച്ചിട്ടാണ്. മമ്മ അത് ഊരല്ലേ, അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഊരിക്ക് ഇങ്ങനെ വന്ന് ആക്കല് പറ്റൂല. അപ്പൊ ഉമ്മ അടങ്ങി കിടക്കി, ഒരു ഭാഗത്ത് അടങ്ങി കിടക്കി, അവിടെ കടന്നുറങ്ങി, അവിടെ കടന്നുറങ്ങി. നീച്ചല്ലേ, കണ്ടോ, അത് തട്ട കണ്ടില്ലേ, നീ അത് പൂരി പോരും. ആ മൂത്രം കുറച്ചേരത്തിന് വെച്ചാൽ മൂത്രം ഇങ്ങനെ പോയാലിപ്പോ എന്ത് ചെയ്യാ? അടങ്ങി നിക്കണില്ല, നീച്ച് നടക്കണ്. അടങ്ങി നിക്കുമ്പോ ഒന്നവിടെ കടന്നുറങ്ങി, ഒന്നവിടെ കടന്നുറങ്ങി, അതൊന്ന് മാറിക്കോട്ടെ. ഒന്നും പറയണേ കേൾക്കണില്ല. പാത്താനൊന്നും ഇല്ല എൻ്റെ അമ്മ. അമ്മമ്മേ എന്നാ കടക്കണ്ട, ഇവിടെ സ്റ്റൂളിൽ ഇരുന്നല്ലേ, ആ സ്റ്റൂളിൽ ചാരി ഇരിക്കി, കൈ അങ്ങോട്ട് വെക്കി, അത് തട്ടല്ലേ. നമുക്കിത് മാറിയിട്ട് പോണ്ടേ കൂടിക്ക്, അത് വലിച്ചോക്കല്ലേ. അമ്മ ഒന്ന് നീക്കിക്ക, സ്റ്റൂളിൽ നീക്കിക്ക, അമ്മമ്മ നീക്കണ്ട, അമ്മമ്മ അവിടെ ഇരുന്നാൽ മതി. ആ നീ കൈ ഇവിടെ വെച്ചാണി, അവനിരുന്നോ, അവന് ചാരി കുത്തിരുന്നു, അവനിരുന്ന് ഉറങ്ങിക്കളി. ഗൈസ്, ഉമ്മമാനെപ്പം 3 ദിവസം ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് ഇതുവരെ ആയിട്ടും വല്യമ്മക്ക് ഒരു കുറവുമില്ല. അപ്പോൾ ഇവര് പറഞ്ഞു, ഇന്നിപ്പോൾ ലാസ്റ്റ് സോഡിയം ചെക്ക് ചെയ്തപ്പോൾ വല്യമ്മക്ക് സോഡിയം കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ 4-5 ട്രിപ്പ് ഇട്ടിട്ടും വല്യമ്മക്ക് ഇതിലൊരു കുറവുമില്ല. അപ്പോൾ പറഞ്ഞത് വേഗം ഹോസ്പിറ്റലിൽ മാറ്റാനാണ് പറഞ്ഞത്, വേഗം പെരിന്തൽമണ്ണക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നോക്കട്ടെ, ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് നേരെ പെരിന്തൽമണ്ണക്ക് കൊണ്ടുപോയി നോക്കട്ടെ.